ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. BSOE 144 144 ഇലക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് എത്നോഗ്രഫീസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ആദ്യത്തെ യൂണിറ്റ് അണ്ടർസ്റ്റാൻഡിങ് എത്നോഗ്രഫി എന്നുള്ള യൂണിറ്റിന്റെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും എത്നോഗ്രഫിയെ കുറിച്ചുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ എത്നോഗ്രഫിയെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ എത്നോഗ്രഫിയുടെ ഒരു ടോട്ടൽ ഹിസ്റ്ററിയുടെ ഒരു ബേസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഉദ്ദേശമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ചില ഹിസ്റ്ററീസ് ഉണ്ട്, പ്രധാനപ്പെട്ട ചില സ്കോളേഴ്സും അവരുടെ തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ ഓർത്ത് വെക്കുക. പ്രധാനപ്പെട്ട സ്കോളേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്കോളേഴ്സിന്റെ പേര് എഴുതിയാൽ തന്നെ നിങ്ങളെ ഒരുപാട് ഹൈ ആയിട്ട് ആളുകൾ മാർക്ക് ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ സ്കോളേഴ്സിന്റെ പേരുകൾ, തിയറിസ്റ്റുകളുടെ പേരുകൾ, എത്നോഗ്രഫി എഴുതുന്ന ആളുകളുടെ പേരുകൾ, ഇതൊക്കെ ഓർത്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതും ഈ ഒരു ഏതൊരു സോഷ്യോളജിയുടെ പേപ്പറിന്റെ അകത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എത്നോഗ്രഫി. എത്നോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ് അത് നമ്മൾ എന്താണെന്ന് വിശദീകരിക്കും. അപ്പൊ ആ ഒരു സംഗതിയുടെ ഹിസ്റ്ററിയും അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഗ്രാജുവലി എങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ പ്രീ റിക്വസിറ്റ്സ് ഫോർ റൈറ്റിംഗ് എത്നോഗ്രഫി. ഒരു എത്നോഗ്രഫി എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, അതേപോലെ എത്നോഗ്രഫി ടുഡേ, ഇന്ന് എത്നോഗ്രഫി എവിടെ എത്തി നിൽക്കുന്നു, അതേപോലെ തന്നെ എത്നോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട തിയറിയും എത്നോഗ്രഫിയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് എത്നോഗ്രഫി എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവൽ നിർബന്ധമാണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്നോഗ്രഫി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മെത്തഡോളജിക്കകത്ത് മെത്തഡോളജി പേപ്പർ പഠിക്കുന്ന സമയത്ത്, റിസർച്ച് മെത്തഡോളജിക്കകത്ത് ഒരുപാട് തവണ എത്നോഗ്രഫി എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മെത്തഡോളജിക്കൽ ടൂളായിട്ട്, മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് എത്നോഗ്രഫി. എന്നാൽ എത്നോഗ്രഫി ഒരു മെത്തേഡ് മാത്രമല്ല, അതൊരു മെത്തഡോളജി കൂടിയാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഒരു വർക്ക് കൂടിയാണ് എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു എറ്റിമോളജി പരിശോധിക്കാം. ആ ഒരു വേർഡ് എവിടുന്ന എന്നാണ് വന്നിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എത്നോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള എത്നോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എത്നോസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിന്റെ മീനിങ് പീപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്, റേസ് എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്, കൾച്ചർ എന്നുള്ള അർത്ഥത്തിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എത്നോസ് എന്നുള്ള ടേമും അതിന്റെ കൂടെ ഗ്രാഫിക് എന്നുള്ളതിൽ നിന്നാണ് ഗ്രാഫി എന്നുള്ള ടേം വന്നിട്ടുള്ളത്. റൈറ്റിംഗ് എന്നോ ഡിസ്ക്രിപ്ഷൻ എന്നോ ഒക്കെ നമുക്കതിനെ അർത്ഥം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആളുകളെ കുറിച്ചുള്ള, ഒരു കൾച്ചറൽ ഗ്രൂപ്പിനെ കുറിച്ചുള്ള, ഒരു റേസിനൊക്കെ കുറിച്ചുള്ള എഴുത്തിനെ, പഠനത്തിനെ, ഡിസ്ക്രിപ്ഷനെ ഒക്കെ നമുക്ക് എന്ത് പറയാം, എത്നോഗ്രഫി എന്ന് പറയാം എന്നാണ് ആ ഒരു ടേമിൽ നിന്ന് നമുക്ക് ടോട്ടലി മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേമിന്റെ മീനിങ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പീപ്പിൾ, ആളുകളെയും അവരുടെ കൾച്ചറിനെയും ഒബ്സർവേഷനിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് നോക്കി കണ്ടുകൊണ്ടും അതേപോലെ തന്നെ അവരുടെ കൾച്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും പഠിക്കുക എന്നുള്ളതാണ് എത്നോഗ്രഫിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് എത്നോഗ്രഫിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഫീൽഡ് വർക്ക് എന്നുള്ളത് നമുക്കറിയാം ഒരു മെത്തേഡാണ്. നമ്മൾ ഒരു ഫീൽഡിൽ പോയിട്ട്, ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിൽ പോയിട്ട് അവിടെ പോയിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതിനാണ് നമ്മൾ പൊതുവെ ഫീൽഡ് വർക്ക് എന്ന്
പറയുന്നത്. അപ്പൊ ഫീൽഡ് വർക്ക് നടത്തിക്കൊണ്ട്, ഒബ്സർവേഷൻസ് നടത്തിക്കൊണ്ട്, ആ ഫീൽഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ കുറിച്ച് പഠിക്കാനും അത് എഴുതാനും ഒക്കെ ശ്രമിക്കുന്ന പ്രോസസ്സിന് ടോട്ടലി നമ്മൾ എത്നോഗ്രഫി എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിലുടനീളം കാണാൻ സാധിക്കുന്നത് ക്ലിഫർഡ് ഗീഡ്സ് എന്ന് പറയുന്ന ഒരു സ്കോളറുടെ തിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം തിക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള വാക്കിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു തിയറിയെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യുക, വിശദീകരിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. തിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തിക്കായിട്ട്, ഡീപ്പായിട്ട്, ആഴത്തിലുള്ള വിശദീകരണം കൊടുക്കുക എന്നാണ് ക്ലിഫർഡ് ഗീഡ്സ് എന്ന് പറയുന്ന ആന്ത്രപ്പോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ പഠന രീതിക്ക് കൊടുത്തിട്ടുള്ള പേര്. ഈ ഒരു ടേം തിക് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് പലപ്പോഴും എത്നോഗ്രഫി ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്നോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു തിക് ഡിസ്ക്രിപ്ഷൻ ആണ്. ക്ലിഫർഡ് ഗീഡ്സ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ നടത്തുന്നതും തിക് ഡിസ്ക്രിപ്ഷൻ ആണ്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകേണ്ടതുണ്ട്, നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു സൊസൈറ്റി, ഒരു കൾച്ചറിനെ, ആളുകളെയൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തിലൊക്കെ ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ബിലീഫ്സ്, വിശ്വാസത്തിൽ, അവരുടെ സോഷ്യൽ ഇന്ററാക്ഷനിൽ, മായിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകളിൽ, അവരുടെ ബിഹേവിയേഴ്സ്, അവരുടെ പ്രാക്ടീസസ്, ഇതിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ പഠനം എന്നുള്ളതാണ്. ഒരേ സമയം ഇത്തരം ഫോക്കസിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് എത്നോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിട്ട് ഒരു ഫീൽഡിലേക്ക് പോയിക്കൊണ്ട് തന്നെ ആ സെറ്റിങ്ങിനെ, ആ ഒരു ഫീൽഡിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരെ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂസ്, അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കൾച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, ഇവയൊന്നും ബാധിക്കാതെ തന്നെ ആ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പഠിക്കുന്നതിനാണ് എത്നോഗ്രഫി എന്നുള്ളതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ബ്രൂവർ എന്ന് പറയുന്ന സ്കോളർ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ് നിങ്ങൾക്ക് ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഈ ഒരു സ്ലൈഡിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. എത്നോഗ്രഫി ഈസ് എ ടൂൾ ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ഷൻ ഇൻ നാച്ചുറൽ സെറ്റിംഗ്. സ്വാഭാവികമായിട്ടുള്ള ഒരു ഫീൽഡിനകത്ത്, സമൂഹത്തിനകത്തുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആണ് എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഒരു ടൂൾ ആണ് എന്നാണ് ബ്രൂവർ പറയുന്നത്. എന്നാൽ നമ്മൾ പറയാം, ടൂള് മാത്രമല്ല എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പൊ റിസർച്ചർ എന്ത് ചെയ്യും? റിസർച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ദ സെറ്റിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് ക്യാപ്ചറിങ് സോഷ്യൽ മീനിങ്സ് വിത്തൗട്ട് ഇമ്പോസിങ് എക്സ്റ്റേണൽ വ്യൂസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യൂസ് ഒന്നും ഇമ്പോസ് ചെയ്യാതെ തന്നെ സാമൂഹികമായിട്ടുള്ള അർത്ഥങ്ങൾ ഉരുത്തിരിഞ്ഞെടുക്കും, അല്ലെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നാണ് ബ്രൂവർ പറയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്കോളേഴ്സ് പറയുന്ന സംഗതി തന്നെയാണ് എത്നോഗ്രഫി എന്ന് പറയുന്നത് കേവലം ഒരു ടൂള് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിക്കൽ ടൂള് മാത്രമല്ല. നേരെ മറിച്ച് ഇറ്റ് ഈസ് ഓൾസോ എ പ്രൊഡക്റ്റ്. അതൊരു നമ്മൾ ആ ടൂൾ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനും നമ്മൾ എത്നോഗ്രഫി എന്നുള്ള ടേം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനെ എത്നോഗ്രഫിയെ നമുക്ക് ഒരു പ്രോസസ് ആയിട്ടും അതേപോലെ തന്നെ നമുക്കതിനൊരു പ്രൊഡക്റ്റ് ആയിട്ടും കാണാം. പ്രോസസ് ആയിട്ട് എങ്ങനെയാണ്? പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ഷൻ നടത്തുന്ന ആ ഒരു സംഗതി, ആ ഒരു ടൂൾ, ആ ഒരു മെത്തേഡിനെ നമുക്ക് പ്രോസസ് എന്ന് പറയാം. അതൊരു പ്രോസസ് ആണ്, നമ്മളത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഫീൽഡ് വർക്ക് നടത്തിക്കൊണ്ട് ഡാറ്റ കളക്ട് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് എഴുതും, കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. നേരത്തെ ഗീഡ്സ് പറഞ്ഞതുപോലെ ഒരു തിക് ഡിസ്ക്രിപ്ഷൻ അതിനെക്കുറിച്ച് നടത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അതൊരു പ്രൊഡക്റ്റ് ആണ്, അതൊരു എഴുത്താണ്, ഒരു വർക്കാണ്, ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു തീസിസ് ആണ്. ഈ തീസിസിനെ നമുക്ക് എത്നോഗ്രഫിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അത് ഒരു ഫലമാണ്. ആ റിസൾട്ടിനെയും നമ്മൾ എത്നോഗ്രഫി എന്നാണ് വിളിക്കുക. നിങ്ങൾ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്നോഗ്രഫിക് വർക്ക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ വർക്കുകളെ തന്നെ എത്നോഗ്രഫി എന്നാ വിളിക്കുന്നത്. ഒരു ബുക്കിനെ തന്നെ നമ്മൾ ഇപ്പൊ ക്ലിഫർഡ് ഗീഡ്സ് ചെയ്തിട്ടുള്ള എത്നോഗ്രഫിയാണ് ബാലിനീസ് കോക്ക്ഫൈറ്റ് എന്ന് പറയുന്ന പഠനം. അപ്പൊ ബാലിനീസ് കോക്ക്ഫൈറ്റിനെ കുറിച്ചുള്ള അദ്ദേഹം ഫീൽഡിൽ നടത്തിയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ എത്നോഗ്രഫി എന്ന് വിളിക്കും. ആ പ്രോസസ്സിലൂടെ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ എത്നോഗ്രഫി എന്ന് വിളിക്കും എന്ന്
മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്താ ചെയ്യുക? നരേറ്റീവ് ഫോമിലാക്കും. നമ്മൾ അതിനെക്കുറിച്ച് നരേറ്റ് ചെയ്യും. കഥ പറയുന്നത് പോലെ വളരെ തിയററ്റിക്കൽ ആയിട്ട്, സയന്റിഫിക് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് കടന്നിട്ട് ഇതിന്റെ ഒരു ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് നോക്കാം. എത്നോഗ്രഫിയുടെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഡെവലപ്മെന്റും, എങ്ങനെയാണ് എത്നോഗ്രഫി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, എന്തൊക്കെ ഹിസ്റ്റോറിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഇതിന്റെ ഒരു തുടക്കം നോക്കിക്കഴിഞ്ഞാൽ എത്നോളജിയിലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരുപാട് സ്കോളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എത്നോഗ്രഫി 1800s സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്നോളജിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പീപ്പിൾ ബൈ കമ്പയറിംഗ് ദെയർ മെറ്റീരിയൽ ആർട്ടിഫാക്ട്സ് ആൻഡ് കൾച്ചേഴ്സ്. ആളുകൾ അവരുടെ കയ്യിലുള്ള ഭൗതികമായിട്ടുള്ള ആർട്ടിഫാക്ട്സ്, പ്രൊഡക്ട്സും അതേപോലെ തന്നെ അവരുടെ കൾച്ചർ, സംസ്കാരവും കമ്പയർ ചെയ്യുന്നതിലൂടെയാണ് എത്നോളജി എന്ന് പറയുന്ന ഒരു വർക്ക്, ആ ഒരു ഏരിയ മുന്നോട്ട് പോകുന്നത്. അതായത് എത്നോളജി എന്ന് പറയുന്നത് പലപ്പോഴും നേരിട്ടൊരു കൾച്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അവര് ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് നമ്മൾ ചിലപ്പോൾ കോയിൻസിനെ കുറിച്ചുള്ള സംഗതികൾ, ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോയിൻസ്, അവർ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മെഷീൻസ്, അവർ യൂസ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, ഇവയൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ കൾച്ചറിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എത്നോളജി ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എത്നോളജിയെ സംബന്ധിച്ചിടത്തോളം അവര് ഗവൺമെന്റ് ആർക്കൈവ്സ് യൂസ് ചെയ്യുകയും മിഷണറി ഡോക്യുമെന്റ്സ്, ക്രിസ്ത്യൻ മിഷണറീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള, അവര് സമൂഹങ്ങളെ കുറിച്ച്, അവര് സഞ്ചരിച്ചിട്ടുള്ള സമൂഹങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ ഡോക്യുമെന്റ്സ് യൂസ് ചെയ്യുകയും, അതേപോലെ തന്നെ എക്സ്പ്ലോറേഴ്സ്, യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു കൊളോണിയൽ സമയത്ത്. ഇത് ഒരുപാട് മുൻപുള്ള ചരിത്രമാണെന്ന് ഓർക്കണം. അപ്പൊ അവര് എഴുതി വെച്ചിട്ടുള്ള സംഗതികളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൾച്ചറിനെ പഠിക്കുക എന്നുള്ളതാണ് പലപ്പോഴും എത്നോളജിസ്റ്റുകൾ ശ്രമിച്ചിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിലൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി, എത്നോളജി എന്ന് പറയുന്നത് എഴുതുന്ന ആ ഒരു എത്നോളജി എഴുതുന്ന ആളിന്റെ കൾച്ചർ, അവരുടെ സംസ്കാരത്തിനെ ഒരു ഐഡിയൽ ആക്കി വെച്ചുകൊണ്ട് അതിനെ ഒരു സെൻട്രൽ സ്ഥാനം നൽകിക്കൊണ്ട് അതിനെ കമ്പയർ ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകൾ, അതായത് എത്നോളജിക്കൊക്കെ ശേഷം വന്നിട്ടുള്ള ആന്ത്രപ്പോളജി, നരവംശാസ്ത്രം എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ സ്കോളേഴ്സ് ഒക്കെ പലപ്പോഴും ആം ചെയർ ആന്ത്രപ്പോളജിസ്റ്റുകളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ആണ് അവർ പഠനം നടത്തിയത്. അതിനർത്ഥം അവര് ഫീൽഡിൽ പോയിട്ടല്ല പഠിച്ചിട്ടുള്ളത്, നേരെ മറിച്ച് ഓൾറെഡി ലഭ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് അവരും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് അവരവരുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്താണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പഠനങ്ങളുടെ ഒരു എസെൻഷ്യൽ ഭാഗമായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയത്. ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോഴും സോഷ്യോളജി എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ ഫീൽഡ് വർക്ക് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ഇതിനൊക്കെ ശേഷമാണ്. അപ്പോൾ എത്നോഗ്രഫി അങ്ങനെ ഈ ഒരു ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് എത്നോഗ്രഫി ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഒരു എംപിരിക്കൽ സ്റ്റഡി, പെർട്ടിക്കുലർ ഗ്രൂപ്പ്സിന്റെ, ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ എംപിരിക്കൽ സ്റ്റഡി നടത്തുക, ഫീൽഡ് സ്റ്റഡി നടത്തുക എന്നുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് എത്നോഗ്രഫി മേജ് ചെയ്ത് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല, നേരെ മറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് നടത്തുകയും ആ രീതിയിൽ കൾച്ചറിനെയും സോഷ്യൽ ഓർഗനൈസേഷൻസിനൊക്കെ കുറിച്ച് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എത്നോഗ്രഫി ചെയ്യാനായിട്ട് ഏർലി സ്റ്റേജസിൽ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏർലി എത്നോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ചില കൾച്ചറൽ അസംഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്നോഗ്രഫിയുടെ ആദ്യ കാലങ്ങളിൽ അതിന്റെ സ്കോളേഴ്സ് മുന്നോട്ട് വെച്ചിരുന്ന ചില പ്രധാനപ്പെട്ട സാംസ്കാരികമായിട്ടുള്ള അസംഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു സംഗതി ഹിസ്റ്റോറിക്കൽ ആയിട്ട് മനസ്സിലാക്കണം. ആന്ത്രപ്പോളജി ആണെങ്കിലും മറ്റുള്ള ഡിസിപ്ലിൻസ് ആണെങ്കിലും എല്ലാം അതിന്റെ ആദ്യകാലത്ത്, എല്ലാം മോഡേൺ ഡിസിപ്ലിൻസ് ആണ്, അതിന്റെയൊക്കെ ആദ്യകാലത്തെ സ്കോളേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ്.
അപ്പൊ ഈ വൈറ്റ് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കൾച്ചറിനെ സെൻട്രൽ പോയിന്റിൽ നിർത്തിക്കൊണ്ടാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പഠനങ്ങൾ നമ്മൾ യൂറോ സെൻട്രിക് പഠനങ്ങൾ എന്നൊക്കെ പറയും. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നോൺ വെസ്റ്റേൺ, നോൺ യൂറോപ്യൻ ആയിട്ടുള്ള കൾച്ചേഴ്സിലൊക്കെ പോകുന്ന സമയത്ത് അവരെ പ്രിമിറ്റീവ് കൾച്ചേഴ്സ് ആയിട്ട് മനസ്സിലാക്കും. അതായത് യൂറോപ്യൻ സൊസൈറ്റിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുന്നത് എന്നും ബാക്കിയുള്ള സൊസൈറ്റീസ് ഒക്കെ, നോൺ യൂറോപ്യൻ സൊസൈറ്റീസ് ഒക്കെ ആ ഒരു സ്റ്റേജിലേക്ക് പതുക്കെ 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 നടന്നു വരുന്നേ ഉള്ളൂ എന്നും സിവിലൈസേഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് യൂറോപ്യൻ സിവിലൈസേഷൻ ആണ് എന്നുള്ള വിശ്വാസം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പഠനമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന യൂറോസെൻട്രിക് ആയിട്ടുള്ള പഠനങ്ങളിൽ ഇത്തരം സ്കോളേഴ്സ് നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വെസ്റ്റിന് പുറത്തുള്ള, അതായത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പുറത്തുള്ള റേസസിനെ കുറിച്ച്, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച്, സാംസ്കാരികമായിട്ടുള്ള ഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്തുള്ള ആളുകൾ ഫോക്കസ് ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് രണ്ട് സ്കൂളുകൾ, ബ്രിട്ടീഷ് ആൻഡ് ചിക്കാഗോ സ്കൂൾസ് എന്ന് പറയുന്ന, സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അർത്ഥത്തിലല്ല, നേരെ മറിച്ച് ഇത് ചില ചിന്താധാരകളാണ്. ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി ഒക്കെ കേന്ദ്രീകരിച്ച്, പ്രത്യേക സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് ചില പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്ന, ചില പ്രത്യേക അസംഷനോട് കൂടിയിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ സ്കൂൾസ് എന്ന് വിളിക്കുക. ഇപ്പൊ ബ്രിട്ടീഷ് സ്കൂൾ ഉണ്ട്, അതേപോലെ തന്നെ ചിക്കാഗോ സ്കൂൾ ഉണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ട് ആന്ത്രപ്പോളജിക്കകത്തൊക്കെയുള്ള സ്കൂളുകളാണ്. അപ്പൊ ഈ 20th സെഞ്ചുറിയിലാണ് ഈ സ്കൂളുകളുടെ ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബ്രിട്ടീഷ് സ്കൂളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സോഷ്യൽ ആന്ത്രപ്പോളജിയിലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രം, അതിൽ തന്നെ സാമൂഹിക നരവംശാസ്ത്രം, സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു സബ് ഡിസിപ്ലിൻ ആയിട്ട്. ഈ ഒരു പാർട്ട് പലപ്പോഴും ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിമിറ്റീവ് സൊസൈറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പഠിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറിച്ച് പഠിക്കുക, ഒരു സിവിലൈസേഷനിൽ താഴെയുള്ള പ്രിമിറ്റീവ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട് അതേസമയം സോഷ്യോളജിക്കൽ ഫീൽഡ് വർക്കിലാണ് അവരുടെ ഫോക്കസ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ അർബൻ എത്നോഗ്രഫി അവരുടെ ഒരു ഫോക്കസ് ഏരിയ ആയിരുന്നു. സോഷ്യോളജിക്കൽ ഫീൽഡ് വർക്ക് എന്ന് പറയുന്ന സമയത്ത് സോഷ്യോളജിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്വന്തം കണ്ടംപററി സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ഇന്ന് നമ്മൾ നമ്മുടെ സൊസൈറ്റിയും മറ്റുള്ള സൊസൈറ്റിയും എല്ലാം സോഷ്യോളജിക്കകത്ത് പഠിക്കും. എന്നാൽ അന്ന് മറ്റുള്ള സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് ആന്ത്രപ്പോളജിയും സ്വന്തം സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് സോഷ്യോളജി ആയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്ന് പറയുന്നത് ഫ്രാൻസ് ബോവാസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം അമേരിക്കൻ ആന്ത്രപ്പോളജിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഫാദർ ഓഫ് അമേരിക്കൻ ആന്ത്രപ്പോളജി എന്നൊക്കെ അറിയപ്പെടുന്ന സ്കോളർ ആണ്. ഇപ്പൊ 19th സെഞ്ചുറിയിലുള്ള പലതരത്തിലുള്ള ജനറലൈസേഷൻസ്, 19th സെഞ്ചുറി പഠനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രിമിറ്റീവ് സൊസൈറ്റീസിനൊക്കെ കുറിച്ചുള്ള ജനറലൈസേഷൻസ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും നമ്മൾ കൃത്യമായിട്ട് എത്നോഗ്രാഫിക് ഫീൽഡ് വർക്ക് നടത്തിയിട്ട് ഒരു ഒരു കൾച്ചറൽ സുപ്പീരിയോറിറ്റി ഇല്ലാതെ, യൂറോ സെൻട്രിസം ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ കൾച്ചറും റിലേറ്റീവ് ആണ്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ റിലേറ്റീവ് ആയിട്ടുള്ള പഠനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഡാറ്റാസ് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് തന്നെ കളക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ സുപ്പീരിയർ ഇൻഫീരിയർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടല്ലാതെ, ഹൈറാർക്കി ഒട്ടും ഇല്ലാതെയുള്ള പഠനങ്ങൾ നടത്തണമെന്ന് ഫ്രാൻസ് ബോവാസ് പറയുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളർ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ഭാഗത്ത്, നമ്മുടെ ഈ ഒരു പിന്നെ പേപ്പറിനകത്ത് പഠിക്കാനുള്ള ഒരു സ്കോളറാണ് ബ്രോണിസ്ലവ് മലിനോസ്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഫീൽഡ് വർക്ക് മെത്തഡോളജി നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ അദ്ദേഹം ട്രോബ്രിയാൻഡ് ഐലൻഡേഴ്സിന്റെ ഇടയിൽ 1914 1918 ഇടയിൽ 4 വർഷത്തോളം അവരുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട്, അവരുടെ ഭാഷ പഠിച്ചുകൊണ്ട്, അവരുടെ ദൈനംദിന ജീവിതത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ളത്. ഈ ഒരു ഫീൽഡ് വർക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണുന്നതിന് പകരം നേറ്റീവ്സ് പോയിന്റ് ഓഫ് വ്യൂ, അവിടെയുള്ള ആ കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകൾ
എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആ ഒരു ടെക്സ്റ്റിന്റെ പേര് ആർഗനോട്ട്സ് ഓഫ് ദി വെസ്റ്റേൺ പസഫിക് എന്നുള്ളതാണ്. ഈ ടെക്സ്റ്റിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു പേപ്പറിന്റെ അകത്ത് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ചിക്കാഗോ സ്കൂൾ ഓഫ് അർബൻ എത്നോഗ്രഫി, നേരത്തെ പറഞ്ഞിട്ടുള്ള ചിക്കാഗോ സ്കൂള് അവർ അർബൻ എത്നോഗ്രഫി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. 1920s യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ഈ ഒരു എത്നോഗ്രഫി എന്ന് പറയുന്ന സംഗതിയെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങുന്നത്. അർബൻ ലൈഫിനെ കുറിച്ച് പഠിക്കുക, നഗര ജീവിതത്തിനെ കുറിച്ച്, അതിന്റെ അകത്തുള്ള സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച്, അതിന്റെ അകത്ത് വരുന്ന പലതരത്തിലുള്ള സിംബോളിക് ഇന്ററാക്ഷനിസത്തിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയായിട്ട് ഈ ഒരു ചിക്കാഗോ സ്കൂള് മനസ്സിലാക്കിയിട്ടുള്ളത്. അതില് റോബർട്ട് ഇ പാർക്ക്, ഏണസ്റ്റ് ബർഗസ് എന്നൊക്കെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളേഴ്സിന്റെ പേരുകൾ നമുക്ക് കാണാം. അവര് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്, അതായത് ഇന്റർവ്യൂ, അതേപോലെ തന്നെ ലൈഫ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, എത്നോഗ്രഫി ആണെങ്കിലും ക്വാളിറ്റേറ്റീവ് ടെക്നിക്കാണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ലല്ലോ, മെഷർമെന്റ് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അതേപോലെ ഇതിനെയും സ്റ്റാറ്റിസ്റ്റിക്കൽ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെയും ഒരുമിച്ച് മിക്സ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള സ്കൂളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എത്നോഗ്രഫി 20th സെഞ്ചുറിയിൽ വരുത്തിയിട്ടുള്ള മാറ്റമാണ്. അത് സോഷ്യൽ ആന്ത്രപ്പോളജിയിലോ സോഷ്യോളജിയിലോ ഒതുങ്ങി നിൽക്കാതെ സൈക്കോളജിയും ഹ്യൂമൻ ജോഗ്രഫി തുടങ്ങിയിട്ടുള്ള സബ്ജക്ട്സിലേക്കും ഡിസിപ്ലിൻസിലേക്കും ഒക്കെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫങ്ഷനലിസം, സിംബോളിക് ഇന്ററാക്ഷനിസം, ഫെമിനിസം, പോസ്റ്റ് മോഡേണിസം തുടങ്ങിയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ എത്നോഗ്രഫിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനും തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആ ഒരു മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എത്നോഗ്രഫി എഴുതുന്നതിന് മുമ്പുള്ള ചില റിക്വയർമെന്റ്സിനെ കുറിച്ചാണ്, ചില മനസ്സിലാക്കലുകൾ, ചില അണ്ടർസ്റ്റാൻഡിങ്സിനൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പ്രീ റിക്വസിറ്റ്സ് ഫോർ റൈറ്റിംഗ് എത്നോഗ്രഫി എന്നുള്ള ഭാഗത്ത് പറയുന്നത്. ഏർലി എത്നോഗ്രഫേഴ്സ്, അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള എത്നോഗ്രഫേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെയധികം ഒബ്ജക്റ്റീവായിട്ട് പഠനങ്ങൾ നടത്തുന്ന, യൂറോസെൻട്രിക് ആയിട്ടൊക്കെയുള്ള പഠനങ്ങൾ നടത്തുന്ന ആളുകൾ പലപ്പോഴും പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സയന്റിഫിക് അപ്രോച്ച് ഫോളോ ചെയ്യുക, മൊത്തം ഒരു സമൂഹത്തിനെ കുറിച്ച് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ടോട്ടൽ പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആളുകളുടെ കൾച്ചറും അവരുടെ പെർസ്പെക്റ്റീവ്സ്, ധാരണകളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ പലതരത്തിലുള്ള പ്രാക്ടീസുകളും ഇവയെല്ലാം ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ ഒക്കെ തന്നെ ടൂൾസ് ആയിട്ട് ആ എത്നോഗ്രഫേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂസ്, അത് ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടും ഒക്കെയുള്ള ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡെപ്ത് ആയിട്ടുള്ള ഇന്റർവ്യൂസ്, അതായത് നോർമൽ ഇന്റർവ്യൂസിനേക്കാൾ അപ്പുറം ഡെപ്തിൽ വളരെ ഡീപ്പായിട്ടുള്ള നരേറ്റീവ്സ് ലഭിക്കാൻ, കഥകൾ ലഭിക്കാനൊക്കെയുള്ള തരത്തിലുള്ള ഇന്റർവ്യൂസും ഡോക്യുമെന്ററി ഡാറ്റയും വിഷ്വൽ ഡാറ്റയും, നമുക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്ന രൂപത്തിലുള്ള വിഷ്വൽ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് എത്നോഗ്രഫി നടത്തേണ്ടത്. ആ ഒരു ഡാറ്റ കളക്ഷൻ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ് ഈ പറയുന്നത്. അതേപോലെ ഏർലി എത്നോഗ്രഫേഴ്സ് ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമ്മൾ മെത്തഡോളജി പാർട്ടിൽ പഠിക്കുന്ന ഒരു സംഗതിയാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്, രണ്ടല്ല, പൊതുവെ ട്രയാങ്കുലേഷൻ മെത്തേഡിൽ 3 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 3ഓ അതിലധികമോ മെത്തേഡ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ നമുക്ക് ലഭിച്ചിട്ടുള്ള ഡാറ്റയെ കൺഫേം ചെയ്യുന്ന, വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പല പെർസ്പെക്റ്റീവിൽ നിന്ന് ഒരു കാഴ്ചയെ കാണാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഇപ്പൊ ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എത്നോഗ്രഫി റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കീ കൺസെപ്റ്റിൽ ഒന്ന് ഹോളിസ്റ്റിക് ഔട്ട്ലുക്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ടോട്ടാലിറ്റിയെ കുറിച്ചുള്ള പഠനം, എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള പഠനമാണ്. മറ്റൊന്ന് കണ്ടെക്സ്ച്വലൈസേഷൻ ആണ്. കണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു കണ്ടെക്സ്റ്റിലാണ് ഒരു പ്രത്യേക സംഗതി നടന്നിട്ടുള്ളത്, നടക്കുന്നത്, അതിന്റെ ഹിസ്റ്ററി എന്താണ്, ഒരു ടോട്ടൽ കണ്ടെക്സ്റ്റ് മനസ്സിലായാൽ മാത്രമേ പലപ്പോഴും നമ്മൾ ഒരു ആക്ടിവിറ്റി, ഒരാൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ഒരു സമൂഹം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ, പ്രാക്ടീസിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ
കണ്ടക്ച്വലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എമിക് വേഴ്സസ് എത്തിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇൻസൈഡേഴ്സ് വ്യൂവിനെയാണ്. അതായത് ഒരു സമൂഹത്തിന് ആ സമൂഹത്തിനകത്തുള്ള ആളുകൾ ഏത് രീതിയിൽ കാണുന്നു, അതാണ് ഇൻസൈഡേഴ്സ് വ്യൂ. അകത്തുള്ള ആളുകൾ തന്നെ കാണുക എന്നുള്ളതാണ്. അതിനെ നമുക്ക് എമിക് പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കാം. എത്തിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഔട്ട്സൈഡേഴ്സ് വ്യൂ ആണ്. അല്ലെങ്കിൽ അതിനെ സയന്റിഫിക് വ്യൂ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇവിടെ റിസർച്ചറിന്റെ വ്യൂ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എത്നോഗ്രഫിക് വർക്കായിട്ട് മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ധാരണ എത്നോഗ്രഫിയിൽ ഒരു സമൂഹത്തിനെ കുറിച്ച്, ഒരു കൾച്ചറിനെ കുറിച്ച്, ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എമിക് പെർസ്പെക്റ്റീവും എത്തിക് പെർസ്പെക്റ്റീവും കൃത്യമായ രീതിയിൽ കോമ്പൈൻ ചെയ്താൽ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് പലതരത്തിലുള്ള എക്സാമ്പിളുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ എഴുതുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല, നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സ്റ്റാൻസ് എടുക്കണം എന്നുള്ളത് സോഷ്യോളജിക്കകത്തും ആന്ത്രപ്പോളജിക്കകത്തും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആരെക്കുറിച്ചും ചില വിധികൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടല്ല പഠനങ്ങൾ നടത്തുന്നത്. അതേപോലെ എത്നോസെൻട്രിക് ആയിട്ടുള്ള ഏർലി ആന്ത്രപ്പോളജിസ്റ്റുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക് ആണ് എത്നോസെൻട്രിക് ആയിട്ടുള്ള പഠനങ്ങൾ. അവരുടെ കൾച്ചറിനെ, നമ്മുടെ കൾച്ചറിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പുറത്തുള്ള ഒരു കൾച്ചറിനെ പഠിക്കുന്ന സമയത്ത്, പുറത്തുള്ള ഒരു സമൂഹത്തിനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയെ ഐഡിയൽ ആക്കി വെച്ചുകൊണ്ട് ഒരു എത്നോസെൻട്രിക് ബിഹേവിയർ കാണിക്കാൻ പാടില്ല. അതായത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കൾച്ചറിന്റെ പല ആചാരങ്ങളെയും അരോചകമായിട്ടൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അത് ജഡ്ജ്മെന്റൽ ആണ്. അത്തരം ജഡ്ജ്മെന്റ്സ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റിവിസ്റ്റ് ആൻഡ് ഫങ്ഷണലിസ്റ്റ് എത്നോഗ്രഫി, ഇത് തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എത്നോഗ്രഫിയാണ്. 19th സെഞ്ചുറിയിലാണ് നമുക്ക് ഈ ഒരു ഫങ്ഷണലിസ്റ്റ് എത്നോഗ്രഫിയുടെ ഡെവലപ്മെന്റ് കാണാനായിട്ട് സാധിക്കുന്നത്. എംപെരിക്കൽ പഠനത്തിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നോളജ്, അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും ഇല്ലാത്ത തരം നോളജുകളാണ് എത്നോഗ്രഫിയും സോഷ്യൽ ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആളുകളുടെ അടുത്ത് നിന്ന്, പഠിക്കുന്ന സബ്ജക്ട്സിന്റെ അടുത്ത് നിന്ന് പരമാവധി ദൂരം വിട്ടു നിന്നുകൊണ്ട് പാർഷ്യാലിറ്റി സംഭവിക്കാത്ത പഠനങ്ങൾ നടത്താൻ സാധിക്കും എന്നവര് വിശ്വസിച്ചിരുന്നു. അതേപോലെ ഫങ്ഷണലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൾച്ചറിനെ സോഷ്യൽ ചേഞ്ച് കൾച്ചറിനകത്ത് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളെ, ഡൈനാമിസത്തിനെ ഒന്നും തന്നെ അവർക്ക് പലപ്പോഴും കാണാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവര് ഫങ്ഷണലിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഓരോ കൾച്ചറിനകത്തുള്ള ഓരോ എലമെന്റിനും, അത് റിലീജിയൻ ആയിക്കോട്ടെ, കൾച്ചറൽ നോംസ് ആയിക്കോട്ടെ, സോഷ്യൽ നോംസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മോറൽസ് ഒക്കെ പോലെയുള്ള സംഗതികളായിക്കോട്ടെ, എല്ലാത്തിനും സമൂഹത്തിൽ ഒരു ഫങ്ഷൻ ചെയ്യാനുണ്ട് എന്നുള്ള വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ചില ഉദാഹരണങ്ങൾ, അതായത് ഏർലി പോസിറ്റിവിസ്റ്റ് അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് എത്നോഗ്രഫിയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വർക്കുകളാണ് മലിനോസ്കിയുടെ ആർഗനോട്സ് ഓഫ് ദി വെസ്റ്റേൺ പസഫിക് എന്നുള്ള വർക്ക് 1922 പബ്ലിഷ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പഠിക്കാനുണ്ട്. ഇവാൻസ് പ്രിച്ചാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. അദ്ദേഹത്തിന്റെ ദ ന്യൂ ഇയർ എന്ന് പറയുന്ന ന്യൂ ഇയർ പിന്നെ ട്രൈബ്സിനെ കുറിച്ച് 1940 അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനം. അതേപോലെ മാർഗരറ്റ് മീഡിന്റെ കമ്മിങ് ഓഫ് ഏജ് ഇൻ സമോവ 1928 പഠനമാണ്. ഇതും നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫങ്ഷണലിസ്റ്റ് എത്നോഗ്രഫി, പോസിറ്റിവിസ്റ്റ് എത്നോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്രിറ്റിസിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും പോസിറ്റിവിസ്റ്റ് എത്നോഗ്രഫികൾ കൺസ്ട്രക്റ്റഡ് റിയാലിറ്റി, അതായത് സ്കോളറിന്റെ, പഠിക്കാൻ പോകുന്ന റിസർച്ചറിന്റെ റിയാലിറ്റിയാണ് പലപ്പോഴും ആ ഒരു കൾച്ചറിന്റെ റിയാലിറ്റി ആയിട്ട് ആളുകൾ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ്. അതായത് അവര് ദൂരെ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഇൻസൈഡേഴ്സ് വ്യൂ ലഭ്യമാവാതെ പോയി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ആളുകളുടെ ലിവ്ഡ് എക്സ്പീരിയൻസ്, അടുത്തു നിന്ന് പഠിക്കാത്തത് കൊണ്ട് അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ലിവ്ഡ് ആയിട്ടുള്ള അവരുടെ യാഥാർത്ഥ്യങ്ങളെ, എക്സ്പീരിയൻസസിനെ പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി എന്നുള്ള പ്രശ്നവും പറയുന്നുണ്ട്.
അതേപോലെ അതിനുശേഷം വന്നിട്ടുള്ള ഒരു തിയറട്ടിക്കൽ സ്റ്റാൻസ് ആണ് ഇന്റർപ്രിറ്റേവിസം എന്ന് പറയുന്നത്. ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് ടു എത്നോഗ്രഫി. എത്നോഗ്രഫിയിലേക്ക് ഇന്റർപ്രിറ്റേവിസം എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെലുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞിട്ട് ക്ലിഫർഡ് ഗേറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിക്ക് ഡിസ്ക്രിപ്ഷൻ ആണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് തിക്കായിട്ടുള്ള, ഡീപ്പായിട്ടുള്ള, ആഴത്തിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ്, വിശദീകരണങ്ങളാണ് നമ്മൾ എത്നോഗ്രഫിക്കകത്ത് കൊണ്ടുവരേണ്ടത് എന്നും, നമ്മൾ മീനിങ്സിലാണ്, അതായത് ആളുകൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും അതിനെല്ലാം അർത്ഥങ്ങൾ, അവർ കൊടുക്കുന്ന അർത്ഥങ്ങൾ ഉണ്ടാവും, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നും ഇമോഷൻസിലല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ഇന്റർപ്രിറ്റേഴ്സവും നേരത്തെ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ്സും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഹ്യൂമൻസിനെ, മനുഷ്യരെ ആക്ടേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ നിർമ്മിക്കുന്ന ആളുകളായിട്ടാണ് ഇന്റർപ്രിറ്റേഴ്സത്തില് പിന്നെ കാണുന്നത്. അതേസമയം പോസിറ്റീവിസത്തിനെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം ജസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് സമൂഹത്തിന്റെ ചില ചങ്ങലകൾക്കുള്ളിൽ കഴിയുന്ന ആളുകളായിട്ടാണ് ഹ്യൂമൻസിനെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഹ്യൂമൻ ഏജൻസിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നടക്കുന്ന ഒരു ഡിസ്കഷനാണ്. ഫങ്ഷണലിസം ഹ്യൂമൻ ഏജൻസി അംഗീകരിച്ചിട്ടില്ല, ഇന്റർപ്രിറ്റേഴ്സും കുറച്ചുകൂടി ഹ്യൂമൻ ഏജൻസി ഉണ്ട് എന്നുള്ള തരത്തിൽ വിശ്വസിക്കുന്ന ഒരു തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇനി കണ്ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ചിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് പഠനങ്ങൾ നടത്തുക. അതേപോലെ തന്നെ മാക്സ് വെബർ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള വെസ്റ്റഹൻ എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്, വെസ്റ്റഹൻ എന്ന് പറഞ്ഞ ഐഡിയ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഒരു ജർമ്മൻ ടേം ആണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മുടെ പഠിക്കുന്ന കൾച്ചറിനെ, പഠിക്കുന്ന സൊസൈറ്റിയെ, പഠിക്കുന്ന ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരവരുടെ സോഷ്യൽ ആക്ഷൻ, അവർ ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ഷനുകൾക്ക് അവർ കൊടുക്കുന്ന മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇവിടെ ക്ലിഫർഡ് ഗേറ്റ്സിന്റെ വർക്കിനെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ബാലിനീസ് കോക്ക് ഫൈറ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്ക് കൾച്ചർ, അതായത് ബാലി എന്ന് പറയുന്ന ദ്വീപിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ടൂറിസം ഒക്കെ ഒരുപാടുള്ള ഒരു ദ്വീപാണ്. അവിടെ നടക്കുന്ന പൂവൻ കോഴികളെ വെച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ഒരു ഫൈറ്റിനെ അദ്ദേഹം ആ ഒരു സൊസൈറ്റിയുടെ മീനിങ്, ആ സൊസൈറ്റി ആ ഫൈറ്റിന് കൊടുക്കുന്ന മീനിങ് ഒക്കെ പഠിച്ചുകൊണ്ടാണ് ആ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു പഠനത്തിന് ഈ ഒരു ഗെയിമിലൂടെ, അവര് ഈ ഒരു കൾച്ചറിനകത്ത് നടത്തുന്ന ഒരു ഗെയിമിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ എത്നോഗ്രഫി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറട്ടിക്കൽ ബ്രേക്ക് ആണ്. ക്രിട്ടിക്കൽ എത്നോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസിലാണ് ക്രിട്ടിക്കൽ എത്നോഗ്രഫി വരുന്നത്. അതായത് കേവലം നമ്മൾ സമൂഹത്തിനെ കുറിച്ച് ജസ്റ്റ് പറയുക എന്നുള്ളതിനപ്പുറം ആ ഒരു നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ലാർജർ ആയിട്ടുള്ള സാമൂഹിക, രാഷ്ട്രീയ, അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് പവറിനെ കുറിച്ച്, അധികാര ഘടനകളെ കുറിച്ച്, പവർ ഹൈറാർക്കി ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ആളുകൾ എങ്ങനെയാണ് മാർജിനലൈസ് ചെയ്യപ്പെടുന്നത്, ഒപ്രസ് ചെയ്യപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാർക്സിയൻ ഫ്രെയിംവർക്കാണ് നമുക്ക് ക്രിട്ടിക്കൽ എത്നോഗ്രഫിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സൈക്കോളജി തുടങ്ങിയിട്ടൊക്കെയുള്ള സബ്ജക്റ്റുകളുടെ ഒരു ഇൻഫ്ലുവൻസ്, അതിൽ നിന്നൊക്കെയുള്ള ഒരുപാട് തിയറികളും പഠനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇത്തരം ക്രിട്ടിക്കൽ എത്നോഗ്രഫിക്കകത്ത് യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ജൂൺ നാഷ് എന്ന് പറയുന്ന ഒരു സ്കോളർ എഴുതിയിട്ടുള്ള വി ഈറ്റ് ദ മൈൻസ് ആൻഡ് ദ മൈൻസ് ഈറ്റ് അസ് എന്ന് പറയുന്ന ഒരു ബൊളീവിയയിലുള്ള ടിൻ മൈനേഴ്സിനെ കുറിച്ചുള്ള, അവർ നേരിടുന്ന ഒപ്രഷനെ കുറിച്ചുള്ള, പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതേപോലെ ആർലി ഹോസ്ചൈൽഡ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോളജിയിലുള്ള ഒരു വർക്കാണ്, ദ മാനേജ്ഡ് ഹാർട്ട് എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് അറ്റൻഡൻസ് എങ്ങനെയാണ് ഇമോഷണൽ ലേബർ ചെയ്യുന്നത്. ഇമോഷണൽ ലേബർ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പഠനങ്ങളിൽ വരുന്ന ഒരു വാക്കാണ്. നമ്മൾ ഫിസിക്കൽ ലേബർ ചെയ്യാറുണ്ട് ശരീരം കൊണ്ട്, എന്നാൽ ഇമോഷൻസ് കൊണ്ട് ലേബർ ചെയ്യുന്ന ആളുകളാണ് ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഒക്കെ. അവർക്കുള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ
ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റണം. ഇതൊരു ഇമോഷണൽ ലേബർ ആണ്. അപ്പൊ ഇത്തരം ഇമോഷണൽ ലേബേഴ്സിനെ കുറിച്ചുള്ള ഒരു പഠനം ആർലി ഹോസ്ചൈൽഡ് നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ക്രിട്ടിക്കൽ എത്തനോഗ്രഫിയുടെ പാർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന എക്സാമ്പിൾസ് ആണ്. ഇനി ഫെമിനിസ്റ്റ് എത്തനോഗ്രഫി. ഫെമിനിസം നമുക്കറിയാം 1970s സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് വളരുന്നതായിട്ട്, അതിന്റെ പല സ്റ്റേജ് കടന്ന് വളരുന്ന ഒരു സമയം എന്ന് പറയുന്നത് 1970s സമയത്താണ്. മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള നെറേറ്റീവ്സിനെ പൊളിക്കുക, അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. സാലി സ്ലോക്കം എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരുടെ വർക്ക് ക്രിട്ടിക് ദ മാൻ ദ ഹണ്ടർ മോഡൽ ഇൻ ആന്ത്രപ്പോളജി. അവര് നമുക്കറിയാം ആന്ത്രപ്പോളജിയിൽ പണ്ടേ ഉള്ള പറയുന്ന ഒരു സംഗതിയാണ് ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റി. അതിന്റെ അകത്ത് തന്നെ ഹണ്ടേഴ്സ് മെയിലും ഗ്യാദറേഴ്സ് ഫീമെയിൽസും ആണ്. ആ രീതിയിലാണ് ജെൻഡർ റോളുകൾ നിർണയിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അങ്ങനെ എപ്പോഴും ഹണ്ടേഴ്സ് മെയിലും ഗ്യാദറേഴ്സ് ഫീമെയിൽസും അല്ല എന്നുള്ള രീതിയിലുള്ള പഠനമാണ് അവര് മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ പെഗ്ഗി ഗോൾഡി എന്ന് പറയുന്ന അവര് വുമൺ ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്ന ഒരു വർക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എസ്സേസ് ഉള്ള ഒരു വർക്കാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ജെൻഡർ എത്നോഗ്രഫിക് എക്സ്പീരിയൻസസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവര് പഠനം നടത്തുന്നുണ്ട്. അതായത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളതിനനുസരിച്ച്, അല്ലെങ്കിൽ ഏത് ജെൻഡർ ആണോ അതിനനുസരിച്ച് നമ്മുടെ പഠനത്തിൽ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്സിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പവറും ഹൈറാർക്കിയും ഒക്കെ എങ്ങനെയാണ് ഫീൽഡ് വർക്കിനെ, നമ്മുടെ തന്നെ എത്നോഗ്രഫിയൊക്കെ ബാധിക്കുന്നത് എന്ന് ഫെമിനിസ്റ്റ് എത്നോഗ്രഫേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അന്നറ്റ് വീനർ എന്ന് പറയുന്ന സ്കോളർ, അവര് നേരത്തെ മലിനോസ്കി പഠിച്ചിട്ടുള്ള ട്രോബ്രിയാൻഡ് ഐലൻഡ്സിൽ വീണ്ടും പോവുകയും അവിടെ മലിനോസ്കി പലപ്പോഴും പുരുഷന്മാരെ മാത്രം കാണുക എന്നുള്ളൊരു സംഗതിയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും സ്ത്രീകളുടെ റോൾസിനെ കുറിച്ച് മലിനോസ്കി പഠിച്ചിട്ടില്ല എന്ന് പറയുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്കോളറാണ്. ഇനി ഇന്നത്തെ ഒരു എത്നോഗ്രഫിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് എത്നോഗ്രഫി എന്ന് പറയുന്നത് ഒരുപാട് മുന്നോട്ട് പോയി, ഒരുപാട് പലതരത്തിലുള്ള എത്നോഗ്രഫിക് പ്രോസസ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഒരു മാറ്റം എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ടേൺ ആണ്. അതായത് നമ്മൾ ഒരു പഠനം നടത്തുന്ന സമയത്ത്, റിസർച്ചർ ഒരു പഠനം നടത്തുന്ന സമയത്ത് എൻ്റെ സോഷ്യൽ പൊസിഷൻ എന്താണ്, ഞാൻ ആരാണ്, ഞാനൊരു വൈറ്റ് യൂറോപ്യൻ മെയിൽ ആണോ, അല്ലെങ്കിൽ ഞാനൊരു ബ്രൗൺ ഏഷ്യൻ ഫീമെയിൽ ആണോ, ബ്രൗൺ ഏഷ്യൻ മെയിൽ ആണോ, എൻ്റെ റിലീജിയൻ എന്താണ്, എൻ്റെ കാസ്റ്റ് എന്താണ്, അങ്ങനെ സ്വന്തം സോഷ്യൽ പൊസിഷനും സ്വന്തം സോഷ്യൽ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സോഷ്യൽ ലൊക്കേഷനും പൊസിഷനും നമ്മുടെ പഠനത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒക്കെ സ്വയം ബോധ്യമുള്ളവരായിക്കൊണ്ട് പഠനം നടത്തുന്ന ഒരു ടേണ് നമുക്ക് എത്നോഗ്രഫിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. കാരണം ഇത്രയും കാലം പലപ്പോഴും യൂറോസെൻട്രിക് ആയിട്ടുള്ള പഠനങ്ങൾ ഇത്തരം റിസർച്ചറിന്റെ സോഷ്യൽ ലൊക്കേഷൻ ഒട്ടും പരിഗണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അത് പരിഗണിക്കുന്നതോടുകൂടി തന്നെ ഒരുപാട് ക്രിറ്റിസിസംസ് പല വർക്കിനെതിരെയും വന്നു തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ പഠനത്തിൽ എത്നോഗ്രഫിയിൽ സ്പെസിഫിക്കലി ആളുകളെയാണ് പഠിക്കുന്നത്. ഇപ്പൊ ബയാസസ് വരാം, പാർഷ്യാലിറ്റി വരാം, സബ്ജക്ടിവിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്, വസ്തുനിഷ്ഠമായിട്ട് തന്നെ പഠിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എത്നോഗ്രഫീസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. യൂറോസെൻട്രിക് ബയാസിനെ കുറിച്ച്, യൂറോസെൻട്രിസിസത്തിനെ കുറിച്ചൊക്കെ തലാൽ അസദ്, ഡെൽ ഹൈംസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള സ്കോളേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് മൂവ്മെന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അവരെ ആന്ത്രപ്പോളജിയിലുള്ള ഈ ഒരു പുരുഷ കേന്ദ്രീകൃത പഠനങ്ങളെ കുറിച്ച്, പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്. മലിനോസ്കിയുടെ ഡയറീസ് ഇന്നും നമ്മൾ എത്നോഗ്രഫിയുടെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി. അദ്ദേഹത്തിന്റെ ഡയറിക്കകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഫീൽഡ് വർക്ക് എക്സ്പെഡിഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ അകത്ത് ശരിക്കും അദ്ദേഹം പോസിറ്റിവിസ്റ്റ് പഠനം നടത്താൻ ശ്രമിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ സബ്ജക്ടിവിറ്റി, അദ്ദേഹം എന്ന് പറയുന്ന ഒരു വൈറ്റ് യൂറോപ്യൻ ആയിട്ടുള്ള ആളുടെ ഒരു സബ്ജക്ടിവിറ്റി എങ്ങനെയാണ് അഫക്ട് ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഡയറിയിൽ പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്തരം സംഗതികളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വർക്കുകളാണ് റൈറ്റിംഗ് കൾച്ചർ എന്നുള്ള ക്ലിഫോർഡ് ഗേറ്റ്സും മാർക്കസും കൂടി എഡിറ്റ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ് കൾച്ചർ എന്നുള്ള വർക്ക്, അതേപോലെ ആന്ത്രപ്പോളജി ആസ് കൾച്ചറൽ ക്രിട്ടിക് എന്നുള്ള
ഫിഷർ ആൻഡ് മാർക്കസ് എഴുതിയിട്ടുള്ള വർക്ക്. ഈ 2 വർക്കുകളും എത്നോഗ്രഫിക് മെത്തേഡ്സ്, ഇന്നത്തെ എത്നോഗ്രഫിക് മെത്തേഡ്സിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തില് റിഫ്ലെക്സീവ് ആയിട്ട് എഴുതിയിട്ടുള്ള എത്നോഗ്രഫീസിന്റെ ഉദാഹരണമാണ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിഫർഡ് ഗേറ്റ്സിന്റെ ഡീപ് പ്ലേ നോട്ട്സ് ഓൺ ബാലിനീസ് കോക്ക്ഫൈറ്റ്. 1972 അത് പബ്ലിഷ് ചെയ്യുന്നത്. പോൾ റോബിനോ എഴുതിയിട്ടുള്ള റിഫ്ലക്ഷൻസ് ഓൺ ഫീൽഡ് വർക്ക് ഇൻ മൊറോക്കോ, മൊറോക്കോയിലുള്ള ഫീൽഡ് വർക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനമാണ്. ഇത് രണ്ടും നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് എത്നോഗ്രഫിക് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഫീൽഡ് വർക്കുകളാണ് എത്നോഗ്രഫികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് എത്നോഗ്രഫിയാണ് ഓട്ടോ എത്നോഗ്രഫി എന്ന് പറയുന്നത്. നമ്മൾ ഓട്ടോബയോഗ്രഫി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ എത്നോഗ്രഫി ഒരു ഓട്ടോബയോഗ്രഫി പോലെ എഴുതുന്നതിനാണ്. അതായത് ഒരു റിസർച്ചർ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആന്ത്രപ്പോളജി പഠിച്ചിട്ടുള്ള, സോഷ്യോളജി പഠിച്ചിട്ടുള്ള ഒരു റിസർച്ചർ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന പലതരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിനെ കുറിച്ച് എത്നോഗ്രഫിക്കലി, തിയററ്റിക്കലി എഴുതുക എന്നുള്ളതാണ് ഓട്ടോ എത്നോഗ്രഫി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് കേവലം മറ്റുള്ള സമൂഹങ്ങളെ കുറിച്ച്, സ്വന്തം സമൂഹത്തിനെ കുറിച്ച് എഴുതുക എന്നുള്ളതിനേക്കാൾ ഉപരി സ്വന്തത്തിനെ കുറിച്ച്, സ്വന്തം സോഷ്യൽ ഇന്ററാക്ഷൻസിനെ കുറിച്ച്, സ്വന്തം കണ്ടക്സ്റ്റിനെ കുറിച്ച്, സ്വന്തം സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഈ ഒരു ഓട്ടോ എത്നോഗ്രഫിക്ക് അകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 1980s ഒക്കെ സമയത്താണ് ഈ ഓട്ടോ എത്നോഗ്രഫി ഒക്കെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില വർക്കുകളായിട്ട് കൊടുത്തിട്ടുള്ള ഒന്ന് ആന്ത്രപ്പോളജി ആൻഡ് ഓട്ടോബയോഗ്രഫി, ജുഡിത്ത് ഓക്ലി, ഹെലൻ കാലവേ. അപ്പോ ഇങ്ങനെയുള്ള 2 സ്കോളേഴ്സ് എഡിറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇത്തരത്തിലുള്ള ആന്ത്രപ്പോളജിസ്റ്റുകളുടെ പേഴ്സണൽ നരേറ്റീവ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അതേപോലെ തന്നെ തിയറി ബോഡിയോന് ആൻ ഇൻവിറ്റേഷൻ ടു റിഫ്ലെക്സീവ് സോഷ്യോളജി. ഇതൊരു ഇത്തരത്തിലുള്ള ഒരു ഓട്ടോ എത്നോഗ്രഫിക് പഠനമല്ല, നേരെ മറിച്ച് ഒരു മെത്തഡോളജിക്കൽ പഠനമാണ്. റിസർച്ചറിന്റെ പൊസിഷൻ, ഒരു ഫീൽഡിനകത്ത് റിസർച്ചറിന്റെ പൊസിഷൻ എന്തായിരിക്കണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ഈ ഒരു ഇൻവിറ്റേഷൻ ടു റിഫ്ലെക്സീവ് സോഷ്യോളജി എന്ന് പറയുന്ന വർക്ക്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ എത്നോഗ്രഫിയാണ്. ഇന്നത്തെ എത്നോഗ്രഫി പ്രോസസ്സിൽ നമുക്ക് ഓൺലൈൻ എത്നോഗ്രഫീസ് ഒരുപാട് വളരുന്നതായിട്ട് കാണാം. നമുക്കറിയാം, ഇന്ന് ആളുകൾ സമൂഹത്തിൽ മാത്രമല്ല ജീവിക്കുന്നത്, നേരെ മറിച്ച് ഇന്റർനെറ്റിന്റെ അകത്ത്, സോഷ്യൽ മീഡിയക്കകത്തൊക്കെ തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച്, ഓൺലൈൻ ഇന്ററാക്ഷൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഓൺലൈൻ എത്നോഗ്രഫിയിൽ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ആളുകൾ ഈ ഒരു ഓൺലൈൻ സ്പേസിൽ ഇന്ററാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വിർച്വൽ എത്നോഗ്രഫി, നെറ്റ്നോഗ്രഫി, സൈബർ എത്നോഗ്രഫി എന്നൊക്കെ പറയുന്ന പ്രോസസ്സുകൾ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. നെറ്റ്നോഗ്രഫിയെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ പുതിയ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പലതരത്തിലുള്ള ഫോർമേഷൻസ്, പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വരെ പോസിബിൾ ആവുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഓൺലൈൻ എത്നോഗ്രഫിക്കകത്ത് സംഭവിക്കുന്നത്. ഇതിൽ ചില ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത്. കെൻഡാൽ 2002 സ്റ്റഡീഡ് ജെൻഡർ ഇൻ ഓൺലൈൻ ഫോംസ്. ഓൺലൈൻ ഫോറംസിലൊക്കെ ജെൻഡറിന്റെ ഒരു എഫക്റ്റ് എന്താണ് എന്നുള്ള പഠനം അവർ നടത്തിയിട്ടുണ്ട്. കോസിനെറ്റ്സ് എന്ന് പറയുന്ന സ്കോളറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നെറ്റ്നോഗ്രഫി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 2010 ഓൺലൈൻ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കാനാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. കോൾമാൻ എന്ന് പറയുന്ന സ്കോളർ 2013 ഹാക്കർ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള ഒരു എത്നോഗ്രഫിക് പഠനം നടത്തുന്നുണ്ട്. ഇതൊക്കെ ചില എക്സാമ്പിൾസ് മാത്രമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് ആന്ത്രപ്പോളജിക്കകത്ത് മാത്രമല്ല, മീഡിയ സ്റ്റഡീസിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഓൺലൈൻ എത്നോഗ്രഫി അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഫേസസ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജിൽ ഇന്റർനെറ്റിനെ ഐഡന്റിറ്റി ഫോർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഐഡന്റിറ്റിയെ വരെ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിന് സാധിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് എത്നോഗ്രഫിക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെ ഓൺലൈൻ എത്നോഗ്രഫിയിലും യൂസ് ചെയ്തുകൊണ്ട് ആളുകൾ
മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണ് കുറച്ചുകൂടി നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള പഠനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള മെത്തേഡുകൾ, അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റുകൾ, വീഡിയോസ്, ഓഡിയോ ഡാറ്റ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് മൾട്ടി മോഡൽ അപ്രോച്ചുകൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ സ്പേസ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ നമ്മുടെയൊക്കെ തന്നെ എവറിഡേ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഒരു എവറിഡേ ലൈഫിലേക്കുള്ള ഒരു ആക്സസ് കൂടിയായിട്ടാണ് മോഡേൺ എത്നോഗ്രഫിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠന ഏരിയ കൂടിയായിട്ട് നമുക്ക് ഓൺലൈൻ എത്നോഗ്രഫി ഡെവലപ്പ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് എന്നുള്ളത്, അതേപോലെ ഇതിന്റെ ഒരു ഹിസ്റ്ററി, എത്നോഗ്രഫിയുടെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത് നോക്കി, അതേപോലെ തന്നെ പലതരത്തിലുള്ള തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെ എത്നോഗ്രഫി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതേപോലെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 2022 ജൂണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എത്നോഗ്രഫി. സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. എത്നോഗ്രഫിയുടെ ഹിസ്റ്ററിയും ഡെവലപ്മെന്റും നമ്മൾ ഡിസ്കസ് ചെയ്യുക. എത്നോഗ്രഫിയെ കുറിച്ച് ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഏർലി എത്നോളജി തൊട്ടുള്ള ഏർലി എത്നോളജി എന്ന് പറയുന്ന ആ ഒരു പാർട്ട് തൊട്ട് അതിനുശേഷം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് വരെയുള്ള സംഗതികൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് സ്കോളേഴ്സിനെയും അവരുടെ വർക്കുകളൊക്കെ തന്നെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു യൂണിറ്റിൽ എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും കൃത്യമായിട്ട് നോട്ടുകൾ എഴുതി തയ്യാറാക്കുക. ഓക്കെ.